ഉച്ചയ്ക്ക് എന്താ കൂട്ടാൻ ഇന്ന് നമുക്ക്? ഉച്ചയ്ക്ക് നമുക്കൊരു ഉള്ളിക്കൂട്ടാൻ ഉണ്ടാക്കാം. ആ, അത് തീയലല്ലോ. തീയലല്ല, തേങ്ങയൊന്നും വറുത്തരയ്ക്കുന്നില്ല. നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന രണ്ടോ മൂന്നോ ഉള്ളി മാത്രം മതി അതിൽ കൂട്ടാൻ ഉണ്ടാക്കാം. അത് ആ. നമുക്ക് ഫാമിലിയിൽ ഷെയർ ചെയ്യുകയും ചെയ്യാമല്ലോ വീഡിയോയിൽ. ഉം. നമുക്കിത് ഉള്ളി കൂട്ടാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു 3 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. സവാള സാമാന്യം വലിപ്പമുള്ള എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് തീരെ ചെറുതായിട്ട് മാക്സിമം നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണയാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണെങ്കിലും നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് കരിയാതെ വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് 2 ഉണക്കമുളക് മുറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് സ്പൈസിയാണ് ഇത് കറിയെ. ചോറിനൊക്കെ ഇത് മാത്രം മതിയാവും ചോറുണ്ണാനായിട്ട്. ധാരാളം നല്ല ഒരു ടേസ്റ്റാണ്. അതുപോലെ ഒരു പിടി കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക് കീറിയത്, ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി കളറൊക്കെ മാറി നല്ല ഇട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് ഇതൊന്നുകൂടെ ഇതായി കിട്ടും, ഫ്രൈ ആയി കിട്ടും. നമുക്ക് വീട്ടിലൊക്കെ എപ്പോഴും സുലഭമായിട്ടുള്ള ഇതാണല്ലോ, ഉള്ളിയൊക്കെ കാണും എങ്ങനെയായാലും. അതുകൊണ്ട് പച്ചക്കറികളൊന്നും ഇല്ലാതൊക്കെ വരുന്ന സമയത്ത് നമുക്കിതുപോലെ ഒരു ഉച്ചയൂണിനുള്ള കൂട്ടാൻ തയ്യാറാക്കാം. ഇപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, ഇപ്പോൾ എരിവിന് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ചേർക്കാം. മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചുവ ഉണ്ടാകും. അതും ചേർത്ത് ഈ പൊടികളുടെയൊക്കെ പച്ചവാസന ഒന്ന് പോകുന്ന വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമ്മൾ തീ കുറച്ച് വയ്ക്കണം, കരിഞ്ഞു പോകാതിരിക്കാനായിട്ട്. എല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്കതിലേക്ക് പുളി പിഴിഞ്ഞ് ചേർക്കാം. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഞാൻ നേരത്തെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത്
പുളി പിഴിഞ്ഞ വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നുണ്ട്, ഒരു 1/2 കപ്പ് വെള്ളം കൂടെ നമുക്കതിലേക്ക് ചേർക്കാം. ഒഴിച്ച് കൂട്ടാൻ പോലെ നമുക്ക് കൂട്ടാമല്ലോ ചോറിനൊക്കെ. അതും ചേർത്ത് നന്നായിട്ട് ഇനി ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. അങ്ങനെ വളരെ ടേസ്റ്റായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ഉള്ളിക്കറിയുടെ റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കിയത്. നിങ്ങൾക്കെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇതിൻ്റെ കമൻറ്റുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഇത് തയ്യാറാക്കി നോക്കിയിട്ടുള്ള എത്ര പേരുണ്ടെങ്കിൽ അത് വ്യത്യസ്തമായിട്ടുള്ള രുചിയിലാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ അത് ആ രീതിയിൽ കൂടെ ഒന്ന് രേഖപ്പെടുത്തി നന്നായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.